ഹലോ, എൻ്റെ ഇന്നത്തെ വീഡിയോ മണി പ്ലാന്റ് കളക്ഷനാട്ടോ. അപ്പം ഞാൻ എറണാകുളത്ത് വന്നേ പിന്നെ ഇവിടെ എനിക്ക് 2-3 ചെടികളുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൽ ഒരെണ്ണം കറ്റാർവാഴയും ഒരെണ്ണം പനിക്കൂർക്കയാണ്. അത് ഞാൻ പുറത്ത് നട്ടു വെച്ചിട്ടുണ്ട്. അത് ഞാൻ നട്ടതല്ല, മമ്മി നട്ടതെന്നാണ് കേട്ടോ. പിന്നെ ഇവിടെ ഉള്ളത് ബോട്ടിലിട്ട് വെച്ച ചെടികൾ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. ഇത് രണ്ടും നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്, ലക്കി പ്ലാന്റ് മണി പ്ലാന്റ്. അപ്പം ഞാൻ നോക്കുമ്പോൾ ഇതിനകത്ത് ചെറിയ പ്രാണികളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് വെള്ളം മാറ്റാമെന്ന് കരുതി എടുത്താണ് കേട്ടോ. വെള്ളം മാറ്റിയ ബോട്ടിലൊന്ന് കഴുകിയിട്ട് വെക്കാമെന്ന് കരുതി. പിന്നെ ആ ചെടികളിൽ ചെറുതായിട്ട് പൊടിയൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് പിന്നെ അതിൽ ഈ മണി പ്ലാന്റിൽ പഴുത്ത ഇല ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ. കാരണം ഈ പഴുത്ത ഇല നിൽക്കുമ്പോൾ ചീഞ്ഞ് പോകുള്ളൂ. അപ്പം നെക്സ്റ്റ് ഇല വരണമെങ്കിൽ ആ പഴുത്ത ഇല കട്ട് ചെയ്ത് കളയണം കേട്ടോ. ഇതൊക്കെ ഞാൻ യൂട്യൂബിൽ നോക്കി പഠിച്ചതാണേ. അപ്പം ഞാൻ അതേപോലെ തന്നെ തിരിച്ച് ആ വെള്ളം മാറ്റി വെള്ളത്തിലിട്ട് വെച്ചു. പിന്നെ ഞാൻ ഓൾറെഡി 3 പാർട്ടായിട്ടാണ് ഈ മണി പ്ലാന്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ മണി പ്ലാന്റിന് 2 പാർട്ട് ഓൾറെഡി ഞാൻ ഒരു ബോട്ടിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. മൂന്നാമത്തെ പാർട്ട് ചെറുതായിട്ടൊരു കുഞ്ഞ് മണി പ്ലാന്റ് ആണ്. അപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്ന ഒരു കുഞ്ഞ് ബോട്ടിലെടുത്തിട്ട് ആ ബോട്ടിലോട്ട് ഇട്ട് വെച്ചു കേട്ടോ. പിന്നെ വേറൊരു മണി പ്ലാന്റും കൂടി ഉണ്ടായിരുന്നു. ആ മണി പ്ലാന്റ് ഞങ്ങളൊരു ബോട്ടിലെടുത്ത് 2ആയിട്ട് കട്ട് ചെയ്ത് റൗണ്ടായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തു. പക്ഷെ നടന്നില്ല, സൈഡ് പൊട്ടിപ്പോയി കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് പെയിൻ്റൊക്കെ ചെയ്ത് വെച്ചു. പിന്നെ അതേ കുഞ്ഞു മണി പ്ലാന്റ് ഡൈനിങ് ടേബിളിൽ വെച്ചു. ബാക്കിയുള്ള 2 മണി പ്ലാന്റും വിൻഡോസിൻ്റെ സൈഡിലായിട്ട് വെച്ചു കേട്ടോ. ആ ബാലൻസ് ഉള്ള പൊട്ടിയ മണി പ്ലാന്റിൻ്റെ ബോട്ടിലുണ്ടല്ലോ, അത് ഞാൻ ജസ്റ്റ് ആർട്ട് വർക്കൊക്കെ ചെയ്ത് സുന്ദരമാക്കി ഞാൻ കിച്ചണിൽ കൊണ്ടുപോയി വെച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.